എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ എനിക്ക് വന്ന ഒരു ചോദ്യം, നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ചോദ്യം ചോദിച്ചത്, സാറേ എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ സന്തോഷത്തോടെ ഒരു ദിവസം നമുക്ക് ചിലവഴിക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഒരു ദിവസം എന്നുള്ളതല്ല, എല്ലാ ദിവസവും നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഷ്യസ്ലി ആ ഒരു ദിവസത്തെ അതിനെ ഒന്നും കൂടെ ചെറുതാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, കോൺഷ്യസ്ലി ജീവിക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു അറ്റൻഡ് ലൈഫ്. നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ്. കഴിഞ്ഞ ഇത്രയും കാലത്തിൽ നമ്മൾ വളർന്നു വന്നതിൽ നമ്മുടെ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. അവർ എടുത്ത സഫറിങ്ങും സ്ട്രഗിളും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനും നമ്മുടെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി അവർ ചെയ്ത കാര്യങ്ങളും, അതേപോലെ തന്നെ നമ്മളുടെ രീതിയിൽ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഒത്തിരി ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ. അത് തന്നെ നമ്മളിൽ ഉണ്ടാക്കുന്ന ലോ കോൺഫിഡൻസും, നമ്മൾ കോമ്പറ്റീറ്റീവ് ആവാൻ ശ്രമിക്കുന്നതും, നമ്മൾ സെൽഫിഷ് ആവാൻ ശ്രമിക്കുന്നതും പഠന കാര്യങ്ങളിലൊക്കെ, ഇതെല്ലാം നമ്മൾ 23 വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി, ഫ്രീ ആയി നമ്മൾ. പക്ഷെ എന്നാലും നമ്മുടെ ബ്രെയിനിന്റെയും ഇമോഷന്റെയും ലൂപ്പ്, അതായത് തോട്ട്സിന്റെയും ഇമോഷന്റെയും ലൂപ്പ് നമ്മളെ വിട്ടു പോകത്തില്ല. ഈ സാധനം വി ഗെറ്റ് ട്രിഗേർഡ് ബൈ ദ സെയിം ഫീലിങ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ. 10-20 കൊല്ലം ചിന്തിച്ചത് വഴി ഉണ്ടായ ഇമോഷൻസും, ആ ഇമോഷൻസ് വീണ്ടും ചിന്തകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും, ആ ചിന്തകൾ വീണ്ടും ഇമോഷൻസ് ഉണ്ടാക്കുന്നതും, ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഒരിക്കലും നമുക്ക് ഇപ്പോഴത്തെ ജീവിതത്തിലും നമുക്ക് കളയാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് പല സമയങ്ങളിലും നമ്മൾ ആലോചിക്കാറുണ്ട്, ഇയാൾ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇയാൾ എന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അയാളുടെ ഇഗ്നോറൻസ് ആണത്. കാരണം ഒരു സമയം വരെ ആവശ്യം ഉണ്ടായിരുന്ന സാധനം നമ്മൾക്ക് ആവശ്യം കഴിഞ്ഞാൽ കളയാൻ പറ്റും. ഒരാളുടെ ലൈഫിന്റെ സിറ്റുവേഷൻ തീരുമാനിക്കുന്നത് ബേസിക് ഫാക്ടർ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കമ്മ്യൂണിറ്റി പറഞ്ഞിരുന്നത് അതായത് ജീൻസ് ആണെന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ രണ്ടാമതൊരു വാദവും വന്നു, ജീൻസ് മാത്രമല്ല എൻവയോൺമെൻറ്റും കൂടിയാണെന്ന്. ഇത് പിന്നെ ഒരു സ്റ്റഡി നടത്തിയ ഐഡൻറ്റിക്കൽ ട്വിൻസിനെ ഒരേ എൻവയോൺമെൻറ്റിൽ, അവരുടെ ജീൻസ് സെയിം ആണല്ലോ, ഒരേ എൻവയോൺമെൻറ്റിൽ ഇവരെ വളർത്തി കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് വന്നത്. ഒരാൾ ഇമ്മ്യൂണായിരുന്നു ഒരു പർട്ടിക്കുലർ ഡിസീസിന്, മറ്റേ ആൾ ഇമ്മ്യൂണായിരുന്നു മെൻ്റൽ സ്ട്രെസ്സിനും ഡിസോർഡേഴ്സിനൊക്കെ. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്വിൻസിനെ ഓരോ രീതിയിൽ സബ് കോൺഷ്യസ് ലെവലിൽ അവരുടെ തിങ്കിങ് പാറ്റേണിനെയും അവരുടെ ബോഡീനെയും അവരുടെ ബോഡി സെൽസിനെയൊക്കെ ഇമ്മ്യൂണിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില സബ് കോൺഷ്യസ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിന് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു ചോയ്സ് ഉണ്ട്. എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസ് എന്തൊക്കെ തന്നെ ആയാലും വി ഹാവ് എ ചോയ്സ് വിത്തിൻ അസ് ടു ഡെവലപ്പ് എ പോസിറ്റീവ് ആൻഡ് വൈബ്രൻറ്റ് സിറ്റുവേഷൻ ഇൻറ്റേർണലി. ആ ഇൻറ്റേർണൽ സിറ്റുവേഷൻ ഗ്രാജുവലി ലീഡ് അസ് ടു സീ അവർ എക്സ്റ്റേണൽ സിറ്റുവേഷൻ ഓൾസോ ആസ് പോസിറ്റീവ്. ശാക്യമുനി സിദ്ധാർത്ഥ ഗൗതമ അഥവാ ശ്രീബുദ്ധൻ എന്ന് കേട്ടുകയാണ് നിങ്ങൾ. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള, ഇപ്പോഴും എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് വിപാസന. അതിൻ്റെ തന്നെ ഒരു ലൈറ്റർ മോഡിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒന്നാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് സൈക്കോളജിക്കൽ റെൽമിൽ അത്യാവശ്യം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. നമ്മുടെ എല്ലാ ഇംപ്രഷൻസ് നമ്മൾ അക്യുമുലേറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ എല്ലാ എക്സ്പീരിയൻസ് അബൌട്ട് ദ വേൾഡ്, അബൌട്ട് ദ എക്സ്റ്റേണൽ വേൾഡ് ഈസ് ത്രൂ അവർ 5 സെൻസസ്. 5 സെൻസസിലൂടെയാണ് എല്ലാ ഇംപ്രഷൻസും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തിരിച്ച് കോൺഷ്യസ് ആയിട്ട് ഈ 5 സെൻസസിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രാക്ടീസാണ് മൈൻഡ്ഫുൾനെസ്. ഇവിടെ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ജസ്റ്റ് പ്രസന്റ് മൊമെന്റിൽ ശ്രദ്ധിച്ചിരിക്കുക മാത്രം ആണെന്നുള്ളതാണ്. അതിലുപരി അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇന്റേണൽ ആസ്പെക്ട് ഓഫ് അറ്റൻഡിങ് ദ എക്സ്റ്റേണൽ ഫാക്ട്സ്, അതായത് നമ്മുടെ പുറത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്നും കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാണ് പ്രാധാന്യം കൂടുതൽ ഒരു പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ എൻ്റെ ഉദ്ദേശം എന്താണ്? എൻ്റെ ഉദ്ദേശം ഇവിടെ
എന്നെ ആൾക്കാരെ അറിയുക എന്നുള്ളതിനുപരി മറ്റുള്ളവർക്ക് എന്തെങ്കിലും രീതിയിൽ ഇത് സഹായകരമാവുകയാണെങ്കിൽ അതായിക്കോട്ടെ എന്നുള്ളതാണെങ്കിൽ അത് എൻ്റെ ഇൻറ്റൻഷൻ കുറച്ചും കൂടെ പ്യൂരിറ്റി ഉള്ളതാണ്, ഇൻറ്റഗ്രിറ്റി ഉള്ളതാണ്. കാരണം ഞാൻ പറയുന്നതും കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല. ഞാൻ ജീവിക്കുന്ന രീതിയും ഞാൻ പറയുന്ന കാര്യങ്ങളും തമ്മിൽ ഒരു കോർ റിലേഷൻ ഉണ്ട്. ആ രീതിയിലല്ലാതെ ജീവിച്ചു പോകുന്നത് ഒത്തിരി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതുവഴി നമ്മുടെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടുത്തുന്ന വഴി ഈ എത്രയൊക്കെ നമ്മൾ പ്രസന്റ് മൊമെന്റിൽ ശ്രദ്ധിച്ചാലും അതിന്റെ ഗുണമൊന്നും നമുക്ക് കിട്ടാതെ വരികയും ചെയ്യും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.